പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. 6 വയസ്സുള്ള കുട്ടി ഒരു കടയിലെത്തി ചോദിച്ചു, ഇവിടെ ദൈവത്തെ വിൽക്കുന്നു. വിചിത്രമായി ഈ ചോദ്യം കേട്ട് ദേഷ്യം വന്ന കടക്കാരൻ കുട്ടിയെ കടയിൽ നിന്നും ഇറങ്ങിവിട്ടു. ഇറങ്ങിപ്പോയെ. പയ്യൻ അടുത്ത കടയിൽ ചെന്നു. അവിടെയും ഇറക്കിവിടലായിരുന്നു മറുപടി. ഒടുവിൽ 70ാമത്തെ കടയിൽ അവനെത്തി. ചേട്ടാ, സഹായിക്കണം, ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ? ദയനീയതയോടെ അവൻ ചോദിച്ചു. അവൻ്റെ നിഷ്കളങ്കത കണ്ട് കൗതുകം തോന്നിയ കടക്കാരൻ ചോദിച്ചു, എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ? ഒരാളെങ്കിലും തൻ്റെ ചോദ്യം കേട്ടല്ലോ എന്ന സന്തോഷത്തോടെ കുട്ടി പറഞ്ഞു, 3 വർഷം മുൻപ് എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. അമ്മാവനാണ് എന്നെ നോക്കിയിരുന്നത്. പക്ഷേ അമ്മാവനൊരു വാഹനാപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ദൈവത്തിനു മാത്രമേ ഇനി നിന്റെ അമ്മാവനെ രക്ഷിക്കാൻ കഴിയൂവെന്ന്. അതാ ഞാൻ ദൈവത്തെ തേടി ഇറങ്ങിയത്. കടക്കാരൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അവൻ 50 രൂപയുടെ നോട്ട് നീട്ടി. ദൈവത്തിന് കൃത്യം ആ വിലയെ വരൂ. ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് തേൻ കുട്ടിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ദൈവം, ഇത് നിന്റെ അമ്മാവന് കൊടുക്കണം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ കുട്ടി വേഗം ആശുപത്രിയിലെത്തി. എന്നിട്ട് സന്തോഷത്തോടെ വിളിച്ചുകൂവി, ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, എൻ്റെ അമ്മാവൻ രക്ഷപ്പെടും. പിറ്റേന്നൊരു വലിയ മെഡിക്കൽ സംഘം ആശുപത്രിയിലെത്തി. അവർ കുട്ടിയുടെ അമ്മാവൻ്റെ ചികിത്സ ഏറ്റെടുക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്നുമാണ് കഥ. ദിവസങ്ങൾക്കു ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ നേരം ബിൽ ചോദിച്ചെങ്കിലും അടച്ചെന്നായിരുന്നു മറുപടി. ഇതോടെ അമ്മാവൻ കുട്ടിയോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അവൻ നടന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ ദൈവത്തെ തന്നുവിട്ട മനുഷ്യനെ തേടി ഇരുവരും പോയി. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അത്. അയാൾ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, നീ നന്ദി പറയേണ്ടത് എന്നോടല്ല, 50 രൂപയുമായി ദൈവത്തെ വാങ്ങാൻ ഒരു ദിവസം മുഴുവൻ കടകൾ കയറി ഇറങ്ങിയ ഈ കുട്ടിയോടാണ്. ദൈവത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കണ്ടെത്തുക. ദൈവത്തിന് ചിലപ്പോൾ എല്ലായിടങ്ങളിലും അവതരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർ കുറച്ച് മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.